എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് നെഹ്റു റിപ്പോർട്ട്. സൈമൺ കമ്മീഷനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിവാക്കിയതിനെ ബ്രിട്ടീഷുകാർ ന്യായീകരിച്ചു. സർവസമ്മതമായ ഒരു ഭരണഘടന രൂപപ്പെടുത്താനും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കാനും അവർ ഇന്ത്യക്കാരെ വെല്ലുവിളിച്ചു. ബ്രിട്ടീഷ് വെല്ലുവിളിയെ നേരിടാൻ തീരുമാനിച്ച ഇന്ത്യൻ നേതാക്കന്മാർ പൂനെയിൽ ഒരു അഖിലകക്ഷി സമ്മേളനം വിളിച്ചുകൂട്ടുകയും സർവസമ്മതമായൊരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായുള്ള ഈ ഉപസമിതി 1928 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനെ നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെട്ടു. താഴെ പറയുന്ന നിർദ്ദേശങ്ങളായിരുന്നു റിപ്പോർട്ട് മുന്നോട്ട് വച്ചത്. ഇന്ത്യക്ക് ഡൊമിനന്റ് പദവി നൽകണം. ബ്രിട്ടീഷ് കോമൺവെൽത്തിനകത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നായിരുന്നു അതിനർത്ഥം. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം നടപ്പിലാക്കണം. നാട്ടുരാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫെഡറൽ ഗവൺമെൻറ് കേന്ദ്രത്തിൽ സ്ഥാപിക്കണം. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ പാടില്ല. 1928 ഡിസംബറിൽ കൽക്കത്തയിൽ ചേർന്ന അഖിലകക്ഷി സമ്മേളനം നെഹ്റു റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. നെഹ്റു റിപ്പോർട്ടിലെ ചില വ്യവസ്ഥകളെ മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, സിഖ് ലീഗ് തുടങ്ങിയ സാമുദായിക സംഘടനകൾ എതിർത്തു. അങ്ങനെ വർഗീയവാദികളുടെ എതിർപ്പ് മൂലം നെഹ്റു റിപ്പോർട്ട് പാസാക്കാൻ കഴിഞ്ഞില്ല. താമസിയാതെ മുഹമ്മദ് അലി ജിൻ തൻ്റെ 14 ആവശ്യങ്ങളുമായി രംഗത്ത് വന്നു. ഇതോടെ ദേശീയ ഐക്യത്തിൻ്റെ അവശേഷിച്ച പ്രതീക്ഷകളും തകർന്നു. സ്വന്തമായി ഒരു ഭരണഘടന രൂപപ്പെടുത്തി ബ്രിട്ടീഷ് വെല്ലുവിളിയെ നേരിടാനുള്ള ഇന്ത്യക്കാരുടെ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം അവർ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ വാച്ചിങ്.